ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഞാൻ ഈ അടുക്കളയിൽ കയറി ഒരുപാട് സമയം ചെലവഴിക്കുന്ന സ്ത്രീകൾക്ക് അത് എൻ്റെ ഒരു ഇത് വെച്ച് പറയാം, എനിക്ക് ഇഷ്ടമല്ല. സമയം ഒരേ കുക്കിങ് ഒരേ ഇതാക്കിയിട്ട് സമയം വൈകുന്ന ഉച്ചവരെ സമയം കളയുക. അതല്ല, എത്രയും ഈസി ആയിട്ടാക്കുമോ അത് ടേസ്റ്റും ഉണ്ടാവണം. അങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെ ഈസി ആക്കാൻ പറ്റുമോ അത്ര ഈസി ആക്കുക എന്നതാണ് എൻ്റെ മാത്രം ഒരു എയിം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്റം. അത് ആർക്കും കണ്ടുകൂടാ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് എത്തി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭാഗത്തേക്കേ വരണ്ട, കാരണം അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ചിട്ടയായ ഭക്ഷണ രീതികൾ കൃത്യമായ രീതിയിൽ പാചകം ചെയ്ത് അങ്ങനെ ആക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് പകർത്താൻ നോക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളെ മെഴുക്ക് പുരട്ടി നല്ല നട്ടുണ്ടാക്കിയ ചെറുപയർ അത് നീളത്തിൽ അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കഴുകി നീളത്തിൽ അരിഞ്ഞ് അതിലിടുക. അതിന് ശേഷം ഒരു കുക്കർ എടുത്ത് ഒരു ടിഫിൻ ബോക്സിൽ ഉപ്പും നുള്ളു മഞ്ഞൾപ്പൊടി അധികം ഇല്ല, അത് വിഷാംശം. ഞാൻ ആയുർവേദ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നു. അത് ടിഫിൻ ബോക്സിൽ ഉപ്പും നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് അടിയിൽ ഒരു തട്ട് വെച്ച് അടിയിൽ കുക്കറിൽ വെള്ളം ഒഴിച്ച് ഒരു വിസിൽ കൃത്യമായിട്ട്, അതിന് ശേഷം ആ വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് കുക്കർ ഓപ്പൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് എടുത്ത് അതിലേക്ക് ഈ ടിഫിൻ ബോക്സിലെ പയർ ഇതാക്കുക. പയർ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടിരുന്നു. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. പിന്നെ വറവൊന്നും വേണ്ട. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കൂടെ അത് ഗ്യാസ് സ്റ്റവ് ഓണാക്കി നോൺ സ്റ്റിക്കിലേക്ക് പകർന്ന് ഒരു തുള്ളി വെളിച്ചെണ്ണ, അതിൽ പിന്നെ ഒട്ടും വെള്ളം ഉണ്ടാവില്ല, ഒരു മെഴുക്ക് പുരട്ടി എന്നാണ് പറയുക. കാരണം ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഒന്നും നോക്കണ്ട, അത് എടുത്ത് കഴിച്ചാൽ മതി. അത് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. അതാണ് ഇന്ന് ഉച്ചക്കത്തേത് ഒരു ഡിഷ്. ഈസി ജോബാണേ. ഇതിന് ഞാൻ ഒരു 5 മിനിറ്റ് മാക്സിമം 7 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കണം. അതാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കറി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇത് പരിപ്പും വെള്ളരിക്കയും കൂടിയില്ലേ, ഒരു